പൈത്തൺ ഭാഷ എന്താണ് എന്ന് ഒരു ഐഡിയ ഇല്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് പൈത്തൺ ഓൺലൈൻ കമ്പൈലർ എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആദ്യം വരുന്ന ഏതെങ്കിലും ഒരു ലിങ്ക് എടുക്കുക, പൈത്തൺ ഓൺലൈൻ കമ്പൈലർ. ഓക്കെ, ഇത് നമുക്ക് നേരെ ഇങ്ങനെ ഒരു സംഗതി കിട്ടും. പ്രോഗ്രാമിസിൻ്റെ എടുത്തു കഴിഞ്ഞാൽ അത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ ഔട്ട്പുട്ട് ഇതാണ്, ട്രൈ പ്രോഗ്രാമിസ്.io. ഇനി അത് ഫുള്ള് വായിക്കണം. ഇത് ക്ലിക്ക് ചെയ്യാൻ എന്ത് ചെയ്യുക, ഇങ്ങനെ സെലക്ട് ചെയ്യുക, മൗസ് കൊണ്ട് ഡിലീറ്റ് ചെയ്യുക. എന്നിട്ട് ഇവിടെ പ്രിൻ്റ് കൊടുക്കുക. പ്രിൻ്റ് ഒരു ഓപ്പണിങ്ങും ക്ലോസിങ്ങും, ഇങ്ങനെ റൗണ്ട് ആയിട്ടുള്ള ഓപ്പണിങ്ങും ക്ലോസിങ്ങും നിങ്ങൾക്ക് കീബോർഡിൽ കാണാൻ പറ്റും. 9-ൻ്റെയും 0-ൻ്റെയും മേലെയാണ് അത് ഉണ്ടാവുക. ഓക്കെ, ഷിഫ്റ്റ് അമർത്തിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും. ഇവിടെ ഹലോ എന്ന് കൊടുക്കുക, ഹലോ റൺ കൊടുക്കുക. ഓക്കെ, ഹലോ റൺ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്ത് സംഭവിക്കും, ഈ ഹലോ ഇവിടെ പ്രിൻ്റ് ചെയ്ത് എടുക്കും. അപ്പോൾ ഇതാണ് ഏറ്റവും ഒരു സിമ്പിളായിട്ടുള്ള നമ്മുടെ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഓക്കെ, പൈത്തൺ. ഇതിൽ ഹലോ കൊടുക്കുക. ഹലോ കൊടുത്തിട്ട് നമ്മൾ റൺ കൊടുത്ത് അവിടെ ഹലോ പ്രിൻ്റ് ചെയ്യും. നമ്മൾ ഹലോ പറഞ്ഞിട്ട് ഹലോ താങ്ക് യു എന്ന് കൊടുത്തു. അപ്പോൾ ഹലോ താങ്ക് യു എന്ന് പറഞ്ഞാൽ അവിടെ ഹലോ താങ്ക് യു പ്രിൻ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു പ്രോഗ്രാം. നമുക്ക് വേണ്ട കാര്യങ്ങൾ കൊടുത്തിട്ട് പ്രിൻ്റ് എന്നുള്ള നിർദ്ദേശം കൊടുത്താൽ ഇവിടെ എന്ത് ചെയ്യും, ഹലോ താങ്ക് യു എന്ന് പറയും. നിങ്ങൾ ആൾറെഡി ഒരു ലാംഗ്വേജിൽ ഐഡിയ ഉള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, അത്ര കുഴപ്പമൊന്നുമില്ല. ഹലോ താങ്ക് യു എന്ന് ഇവിടെ കൊടുത്താൽ എന്ത് ചെയ്യും, ഹലോ താങ്ക് യു എന്ന് പ്രിൻ്റ് ചെയ്യും. ഓക്കെ, ഇനി ഇത് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ള ഓൺലൈൻ കമ്പൈലറിലാണ്. നിങ്ങൾക്ക് വേറെ ഒരു കമ്പൈലറിൽ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ python.org പോവാം. ഓക്കെ, python.org എന്നുള്ള സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. പൈത്തണിൻ്റെ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സോഫ്റ്റ്വെയർ ലഭിക്കുക. പൈത്തൺ IDLE എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ലഭിക്കും. ആ സോഫ്റ്റ്വെയർ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും. ഈ ഒരു രൂപത്തിലാണ് കിട്ടുക. ഇപ്പോൾ ഇവിടെ എനിക്ക് എന്ത് ചെയ്യുക, അവിടെ കൊടുത്ത് അതേ കമാൻഡ് ഇവിടെ കൊടുക്കുക, പ്രിൻ്റ് ഹലോ. ഇവിടെ ഹലോ എന്ന് പ്രിൻ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സിസ്റ്റത്തിൽ, വിൻഡോസ് സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം. ഈ ലിനക്സിലാണെങ്കിൽ അതിന് ടെർമിനലിനകത്ത് നമുക്ക് പൈത്തൺ സ്പേസ് ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഇനി ഒരു ഫയലായിട്ട് ഇത് സേവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് ന്യൂ ഫയൽ എന്ന് കൊടുക്കാം. ന്യൂ ഫയൽ കൊടുക്കാം. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പ്രിൻ്റ് ഹലോ കൊടുക്കാം, ഹലോ. എന്നിട്ട് സേവ് ചെയ്യാം. ഫയൽ സേവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇവിടുന്ന് സേവ് കൊടുക്കുക, അല്ലെങ്കിൽ സേവ് ആസ് കൊടുക്കുക. സേവ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഞാൻ ഡെസ്ക്ടോപ്പിൽ ഇവിടെ hello.py എന്ന് ഫയൽ നെയിം കൊടുക്കുകയാണ്. സേവ് ചെയ്ത് hello.py എന്നുള്ള ഫയലായിട്ട് ഇപ്പോൾ ഇവിടെ കടന്നു. എനിക്ക് റൺ ചെയ്യണമെങ്കിൽ റൺ F5 എന്ന് അടിച്ചാൽ മതി, F5. അപ്പോൾ അത് വർക്ക് ചെയ്തു, ഹലോ എന്ന് പ്രിൻ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ രൂപത്തിലൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, നമ്മുടെ പൈത്തൺ പ്രോഗ്രാം റൺ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഞാനിവിടെ പേര് കൊടുക്കുകയാണ്, പേര്. ഓക്കെ, നെയിം ഈക്വൽ ടു, ഞാനിവിടെ ലെറ്റ്സ് കോഡ് നിർത്തി, ലെറ്റ്സ് കോഡ് എന്നാണ് പേര് കൊടുത്തത്. ഓക്കെ, റെഡി. ഇനി എനിക്ക് ഇവിടെ അങ്ങനെ പ്രിൻ്റ് ചെയ്ത് തരുന്നത് മൈ നെയിം ഈസ് കോമൺ ആയിട്ട് എനിക്ക് എന്ത് ചെയ്യാം, ഇവിടെ നെയിം എന്ന് കൊടുക്കുക. അപ്പോൾ മൈ നെയിം ഈസ് ലെറ്റ്സ് കോഡ് എന്ന് വരണം. റൺ കൊടുത്തു, മൈ നെയിം ഈസ് ലെറ്റ്സ് കോഡ്. ഇതേ സംഗതി എനിക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഫയലിനകത്തും ചെയ്യാം. ഞാൻ ചെയ്യേണ്ടത് എന്താ, പ്രിൻ്റ് മൈ നെയിം ഈസ് സംതിങ്. അത് ഞാനിവിടെ എനിക്കിഷ്ടമുള്ള വേരിയബിൾ നെയിം കൊടുക്കട്ടോ. ഇഷ്ടമുള്ളത് ഒരു ബോക്സ് പോലെയാണ്. ആ ബോക്സിനകത്ത് എന്ത് സ്റ്റോർ ചെയ്യാം, x ഈക്വൽ ടു ലെറ്റ്സ് കോഡ് എന്ന് കൊടുത്തു. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ പേര് കൊടുക്കാം. മൈ നെയിം ഈസ് എക്സ് എന്ന് കൊടുത്തു. ഓക്കെ, ഞാൻ ഇത് Ctrl+S അടിച്ച് സേവ് ചെയ്തു, F5 അടിച്ച് റൺ ചെയ്തു. മൈ നെയിം ഈസ് ലെറ്റ്സ് കോഡ് എന്ന് വന്നു. ഓക്കെ, ഇനി എനിക്കിവിടെ നമ്പറുകളൊക്കെ ആഡ് ചെയ്യാനൊക്കെ പറ്റും. എങ്ങനെ ആഡ് ചെയ്യാം, x ഈക്വൽ ടു 10, y ഈക്വൽ ടു 20. അപ്പോൾ അത് രണ്ട് സ്റ്റോറേജുകളാണ് നമ്പർ സ്റ്റോർ ചെയ്യുന്നത്, x 10ഉം y 20ഉം. ഞാൻ പറഞ്ഞു z ഈക്വൽ ടു x പ്ലസ് y എന്ന് പറഞ്ഞു. അപ്പോൾ സെറ്റിൻ്റെ അകത്ത് എന്ത് സംഭവിക്കും, എക്സിലും വൈയിലുള്ള വാല്യൂ
10ഉം 20ഉം ആഡ് ചെയ്തിട്ട് സെഡിൽ സ്റ്റോർ ചെയ്യും. എന്നിട്ട് എനിക്ക് എന്ത് ചെയ്യാം, പ്രിൻറ്റ് സെഡ് എന്ന് കൊടുക്കുക. അപ്പോൾ എനിക്ക് റിസൾട്ടായിട്ട് എന്ത് പ്രിൻറ്റ് ചെയ്യും, ഇവിടെ സെഡിൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്യും. 10 20 ആഡ് ചെയ്ത വാല്യൂ സെഡിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും, അതിവിടെ എന്ത് ചെയ്യും, പ്രിൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ മൈ നെയിം ഈസ് ലെറ്റ്സ് കോഡ് എന്നുള്ളത് ഇവിടെ വന്നിട്ടുണ്ട്. ഞാനത് റിമൂവ് ചെയ്യണം. ഇത് റിമൂവ് ചെയ്യണതിൻ്റെ വരെ കമൻറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഇനി ഈ 2 ലൈൻ വർക്ക് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും വർക്ക് ചെയ്തില്ല. എക്സും വൈയും ഇവിടെ ആഡ് ആയിട്ടുണ്ട്. അത് നമുക്ക് പ്രത്യേകിച്ചൊന്നും കാണാനില്ല, പക്ഷേ എക്സിൻ്റെ വൈൻ്റെ അകത്ത് വാല്യൂസ് ഉണ്ട്. സെറ്റിൻ്റെ അകത്തുള്ള വാല്യൂ 30ആണ്. ഇനി എനിക്ക് എക്സിലും വൈയിലുള്ള വാല്യൂ കാണണമെങ്കിൽ എനിക്ക് ഇങ്ങനെ പ്രിൻറ്റ് ചെയ്യാം, പ്രിൻറ്റ് എക്സ് പ്രിൻറ്റ് വൈ. ഓക്കെ, എക്സും വൈയും പ്രിൻറ്റ് ചെയ്തു, സെഡും പ്രിൻറ്റ് ചെയ്തു, റണ്ണടിച്ചു. അപ്പോൾ എക്സും ആദ്യം വന്നു, വൈ പിന്നെ വന്നു, സെഡ് പിന്നെ വന്നു. അപ്പോൾ എങ്ങനെയാണ് ഒരു സിമ്പിൾ അഡീഷൻ. ഇനി നമുക്ക് അഡീഷൻ്റെ പകരം നമുക്ക് ഇപ്പോൾ ഞാനിവിടെ എക്സും വൈ ഒഴിവാക്കുകയാണ്. എക്സും വൈ മൾട്ടിപ്ലൈ ചെയ്യണം വിചാരിക്കുക. അപ്പോൾ എനിക്കിവിടെ സ്റ്റാർ കൊടുക്കാം. അപ്പോൾ എക്സും വൈ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് റിസൾട്ട് 200 എന്ത് ചെയ്തു, ഇവിടെ വന്നു. ഇനി എനിക്ക് എന്ത് ചെയ്തു, എക്സ് മൈനസ് ചെയ്യണം വിചാരിക്കുക, മൈനസ് കൊടുത്തു. അപ്പോൾ ഇവിടെ മൈനസ് വന്നു. പ്ലസ് മൈനസ് ഡിവിഷൻ ചെയ്യണം വിചാരിക്കുക, ഡിവിഷൻ കൊടുക്കാം. എനിക്ക് അതിൻ്റെ അവിടെ റിസൾട്ട് എന്ത് ചെയ്തു, ഇവിടെ വന്നു. ഓക്കെ, ഫൈൻ. അപ്പോൾ ഇതാണ് ബേസിക് ഓപ്പറേഷൻ. പ്ലസ് മൈനസും ഡിവിഷനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് കുറച്ച് അധികം നമ്പറുകൾ ഒരുമിച്ച് സ്റ്റോർ ചെയ്യണം വിചാരിക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ കൊടുക്കാം, 1 2 3. ഇതിന് നമ്മൾ ലിസ്റ്റ് എന്നാ പറയാം, 1 2 3 4. അപ്പോൾ ഇവിടെ സ്റ്റോർ ആയിട്ടുണ്ട്. ഇതൊരു ടൈപ്പാണ്, ഡാറ്റ ടൈപ്പാണ്, ലിസ്റ്റ് എന്ന ടൈപ്പാണ്. ഇതിന് ഞാൻ പ്രിൻറ്റ് ചെയ്തു, പ്രിൻറ്റ് എക്സ് എന്ന് കൊടുത്തു. അപ്പോൾ ഒരു മൊത്തം ലിസ്റ്റായിട്ട് ഇവിടെ കാണാൻ പറ്റും, 1 2 3 4. എനിക്ക് അതിലൊരു വാല്യൂ മാത്രം പ്രിൻറ്റ് ചെയ്യണം, ആദ്യത്തെ ആൾ പ്രിൻറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, എനിക്ക് എക്സ് ഓഫ് 0 എന്നൊക്കെ കൊടുക്കുക. അപ്പോൾ ആദ്യത്തെ ആൾ എന്ത് ചെയ്യും, പ്രിൻറ്റ് ചെയ്യും, 1 പ്രിൻറ്റ് ചെയ്ത്. എക്സ് ഓഫ് 1 പ്രിൻറ്റ് ചെയ്ത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ 0 1 ഇൻഡെക്സ് 0 എന്ന് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുക, 0 എന്ന് ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ എക്സ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ 1 വരിക, എക്സ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ 2 ആണ് വരിക. ഇനി എക്സ് ഓഫ് 2 എന്ന് പറഞ്ഞു റൺ ചെയ്താൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ 3 റൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, ഒരു ലിസ്റ്റായിട്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ലിസ്റ്റ് പോലെയുള്ള സംഗതിയൊക്കെ നമുക്ക് ഒരുമിച്ച് പ്രിൻറ്റ് ചെയ്യണം. ഫോർ ലൂപ്പ് കൊണ്ടുവരില്ലേ, ഫോർ ലൂപ്പും വൈ ലൂപ്പൊക്കെ കൊണ്ടുവരും. അപ്പോൾ എങ്ങനെയാണ് ഒരു ഫോർ ലൂപ്പ് വരിക, ഫോർ ഐ ഇൻ എക്സ്, ഇങ്ങനെ ഒരു സംഗതി, ഫോർ ഐ ഇൻ എക്സ് പ്രിൻറ്റ് ഐ. അപ്പം എക്സിൻ്റെ അകത്തുള്ള ഓരോ എലമെൻറ്റ്സിനും ഓരോ തവണ എടുത്തിട്ട് എന്ത് ചെയ്യും, ഈ ലൂപ്പ് ഇങ്ങനെ കറങ്ങുകയാണ് ചെയ്യുക. ഓക്കെ, ലൂപ്പ് എന്ന് പറഞ്ഞാൽ അതിൽ നമുക്ക് ഒരുപാട് തവണ ഒരേ സംഗതി വർക്ക് ചെയ്യണം. എന്താ വർക്ക് ചെയ്യേണ്ടത്, 6ാമത്തെ ലൈന് നമുക്ക് എന്ത് ചെയ്യണം, 4 തവണ വർക്ക് ചെയ്യണം. ഓരോ തവണ എന്ത് ചെയ്യും, ഇതിൽ ഓരോരുത്തരെയാണ് എടുക്കേണ്ടത്. അത് റൺ ചെയ്താൽ ഫോർ ഐ ഇൻ എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, 1 2 3 4 ഓരോരുത്തരെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, പ്രിൻറ്റ് ചെയ്യണത്. എനിക്ക് വേണമെങ്കിൽ പ്രിൻറ്റ് ചെയ്യുന്നതിന് മുന്നേ എനിക്ക് ഇവിടെ എന്തെങ്കിലും ഒരു ആരോ എന്തെങ്കിലും കൊടുക്കണം വിചാരിക്കാം. അപ്പോൾ ഇവിടെ അങ്ങനെ ആരോ വരും, ആരോ 1 ആരോ 2 ആരോ 3 ആരോ 4. നമുക്ക് വേണ്ട എങ്ങനെ വെച്ചാൽ അങ്ങനെ കൊടുക്കാൻ പറ്റും. ഓക്കെ, പിന്നെ ലൂപ്പിൻ്റെ വേറെ രൂപം എന്ന് പറഞ്ഞാൽ ഫോർ ഐ ഇൻ എക്സിൻ്റെ പകരം നമുക്ക് എന്ത് ചെയ്യാം, ഫോർ ഐ ഇൻ ലെങ്ത് ഓഫ് എക്സ് എന്ന് കൊടുക്കാം. ഓക്കെ, ലെങ്ത് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയുള്ള 1 2 3 4 എക്സിൻ്റെ ലെങ്ത്. അപ്പോൾ 4 തവണ കറങ്ങണം. അവിടെയൊക്കെ അതിൻ്റെ വാല്യൂ എന്താ വരിക, ഇൻഡെക്സ് ആണ് വരിക, 0 1 2 3 എന്ന് വരിക, ഇൻഡെക്സ് ആണ് വരിക. ഓക്കെ, നമ്പറിൽ വരിക. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യാം, എക്സ് ഓഫ് ഐ എന്ന് കൊടുക്കാം. അപ്പോഴും ഇതേ എഫക്റ്റ് ആണ് ഇവിടെ ഉണ്ടാവുക, ഫോർ ഐ ഇൻ ലെങ്ത് ഓഫ് എക്സ്. ഓക്കെ, ഫോർ ഐ ഇൻ റേഞ്ച് കൊടുക്കണം, റേഞ്ച് 0, അതിൻ്റെ വാല്യൂ 0 മുതൽ 4 വരെയാണ് പോവാം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും, 1 2 3 4 ഇതുപോലെ വന്നു. ഓക്കെ, ഇനി നമുക്ക് ഈ നമ്പറുകളെ ആഡ് ചെയ്യണമെന്ന് വിചാരിക്കാം, 1 2 3 4 ഒക്കെ ആഡ് ചെയ്യണമെന്ന് വിചാരിക്കാം. നമുക്ക് എന്ത് ചെയ്യാം, സം ഈക്വൽ ടു 0 കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ പ്രിൻറ്റ് ചെയ്തതിൻ്റെ കൂടെ തന്നെ സം ഈക്വൽ ടു സം പ്ലസ് എക്സ് ഓഫ് ഐ എന്ന് കൊടുക്കുക. അപ്പോൾ എല്ലാം ഇവിടെ ഇങ്ങനെ ആഡ് ആയിട്ട് പോകും. ഓക്കെ, ഇപ്പോൾ ഇവിടെ എല്ലാം ആഡായി പോയിട്ടുണ്ട്. സമ്മിൻ്റെ അകത്ത് റിസൾട്ട് ഉണ്ടാവും. ഇനി സമ്മ് പ്രിൻറ്റ് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യുക, ലാസ്റ്റ് എന്നിട്ട് പ്രിൻറ്റ് ചെയ്യണം, പ്രിൻറ്റ് സം ഓഫ് സം വേണ്ട, പ്രിൻറ്റ് സം എന്ന് കൊടുത്താൽ മതി. ഓക്കെ, സം ഇവിടെ പ്രിൻ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു അറേ. എങ്ങനെ ഒരു അറേ നമുക്ക് ഒരു ഫോർ ലൂപ്പ് വെച്ചിട്ട് ഡീൽ ചെയ്യാന്നുള്ളത്.
ഓക്കെ, ഇതേ സംഗതി നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ ഒരു വൈൽ ലൂപ്പ് വെച്ചിട്ടും കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ വൈൽ ലൂപ്പ് വെച്ച് കൊടുക്കാം. എനിക്ക് 4 നമ്പേഴ്സ് പ്രിൻറ്റ് ചെയ്യണം. വൈൽ സിൻടാക്സ് ഇങ്ങനെ വൈൽ, പക്ഷേ ഞാനിവിടെ i equal to 0 സെപ്പറേറ്റ് i equal to 0 while I less than length of x print x of I. ഓക്കെ, വൈൽ ലൂപ്പിൽ നമ്മളിവിടെ സിയിലൊക്കെ ഉള്ളതുപോലെ ആവില്ല, എന്ന് മാറ്റമുണ്ട്, ചെറിയ മാറ്റമുണ്ട്. ഓക്കെ, കോളം ഇവിടെ കൊടുക്കൽ നിർബന്ധമാണ്. ഓക്കെ, നമ്മൾ എക്സ് ഓഫ് ഐ ആണ് ഇവിടെ പ്രിന്റ് ചെയ്യണത്. അപ്പം ഐ എന്നുള്ളത് ഒരുപാട് തവണ പ്രിന്റ് ചെയ്ത് നമുക്ക് എന്താണ് i equal to i+1 കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് i equal to i+1. ഓക്കെ, അപ്പോൾ ഓരോ തവണ അതിൻ്റെ വാല്യൂ നമുക്ക് എന്ത് സംഭവിക്കും, i 0 സ്റ്റാർട്ട് ചെയ്യും, ഏതുവരെ പോവും, 4 വരെ പോവും. 1 2 3 4 ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് സമ്മൊക്കെ ആണെങ്കിൽ സമ്മ് കാണാം. ഓക്കെ, എന്താ ചെയ്യുക, സം ഈക്വൽ ടു 0 ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യുക, സം ഓരോ തവണയും സം ഈക്വൽ ടു സം പ്ലസ് എക്സ് ഓഫ് ഐ എന്ന് കൊടുക്കുക. i equal to i+1 നമുക്ക് ഏറ്റവും ലാസ്റ്റായിട്ട് കൊടുക്കേണ്ടി വരിക. അപ്പോൾ നമ്മളത് ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ താഴെ പേസ്റ്റ് ചെയ്യണം. ഓക്കെ, അങ്ങനെ ഫുൾ റൗണ്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, സമ്മ് ഫുൾ വാല്യൂ അവിടെ ഉണ്ടാവും. നമ്മൾ സമ്മ് ഇവിടെ എത്തിയിട്ടുണ്ട്, 10 ആണ്. നമുക്ക് പ്രിന്റ് ചെയ്യാം, സം ഈസ് 10. ഓക്കെ.